നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കൂടിയാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറുകയാണ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. അജീഷ് ശിവകുമാർ തത്സമയം ചേരുന്നുണ്ട് ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന്. അജീഷ്, നേരിയ പ്രതിഷേധം, മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ്, പോലീസ് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുറത്തെ ഒരു വിഭാഗം നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ചില ആളുകളും അതേപോലെ തന്നെ ചില അഭിഭാഷകരും അതേപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനയിലെ ചില പ്രതിനിധികളും ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ചില നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഈ പ്രതിഷേധത്തിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഒന്ന്, ഇവിടെ മുസ്ലിമുകൾ ഹിന്ദു എന്നുള്ള വേർതിരിവ് ഇവിടെ ഇല്ല. അവിടെ അകത്തുകൂടിയ RSS പ്രവർത്തകരും VSDPയുടെ പ്രവർത്തകർ പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ ഒരു ആവശ്യം അങ്ങനെ ഇല്ല. ഇവിടെ മുസ്ലിങ്ങളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ഇവിടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാടാണ്. പ്രത്യേകിച്ച് കേരളമാണിത്, അറിയാമല്ലോ, കേരളമാണ്. അതിലുപരി ആറാലുമൂടാണ്. അങ്ങനെ ജീവിക്കുന്ന എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും കലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകരുത്. ആദ്യമായി ഇവിടെ റിക്വസ്റ്റ് എന്ന് പറയാനുള്ളത്, ഇവിടെ വർഗീയത പറയരുത്. ഇവിടെ നിങ്ങൾ ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും പോലീസ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അഭിഭാഷകരായി ഇവിടെ എത്തി, അതായത് കുടുംബത്തിന്റെ അഭിഭാഷകരും അതേപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ഇതുവഴി നടന്നു പോകുകയായിരുന്നു. അവരെ നാട്ടുകാർ കൂവുന്നു, അവർക്കെതിരെ നാട്ടുകാർ കൂവി ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും പോലീസിന്റെ സംരക്ഷണയോടെയാണ് അവരിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുണ്ട്, അവരെ ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നാട്ടുകാരിൽ ചിലർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് നിര നിൽക്കുക. അവരുടെ പരാമർശങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയിലെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിഭാഷകർ ആ പരാമർശങ്ങളാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. അവരെ ഇപ്പോൾ പോലീസ് അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പക്ഷേ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല, ഇപ്പോഴും അവിടെ പിടിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ കുടുംബത്തിന്റെ ചില അഭിഭാഷകരും അതുപോലെ തന്നെ ഈ രണ്ട് മക്കളെ, ഈ ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളെയും പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് മാറ്റുന്നുണ്ട്. കസ്റ്റഡിയിൽ എടുത്തതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം നേരത്തെ വലിയൊരു നാടകീയ രംഗങ്ങൾ ഈ കല്ലറയ്ക്ക് മുന്നിൽ നടന്നിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് മക്കളെയും പോലീസ് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ അഭിഭാഷകരുമുണ്ട്, അവരുടെ അഭിഭാഷകരടക്കമുള്ളവരുണ്ട്. അങ്ങോട്ടേക്ക് പോലീസ് മാറ്റുകയാണ്. താഴെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്, അവരെ ഇപ്പോൾ പോലീസ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ അത് എല്ലാ നാട്ടിൽ പല രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളടക്കമുള്ളവരുണ്ട്. അവരാണ് നേരത്തെ പ്രതിഷേധവുമായി എത്തിയത്. ഈ ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു പോലീസ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഈ കല്ലറ പൊളിക്കുന്ന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ കല്ലറ പൊളിക്കുന്ന അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഈ രണ്ട് മക്കളെയും, അതായത് ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളെയും സദനൻ അതേപോലെ മറ്റൊരു മകനെയും ഇളയ മകനെയും ഇവിടെ നിന്ന് പോലീസ് മാറ്റുന്നു. അവരുടെ അഭിഭാഷകനും ഒപ്പമുണ്ട്. ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ്. നാട്ടുകാർ അവിടെ താഴെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പോലീസ് അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവർ നടത്തിയ പരാമർശങ്ങളാണ് വലിയ വിവാദത്തിലേക്ക് കടന്നത്. ഇപ്പോൾ അഭിഭാഷകൻ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ കൺസേൺ ആദ്യം പറഞ്ഞു ഇതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട RDO പറഞ്ഞത്. ഇപ്പോൾ ആ കൺസേണൊക്കെ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് കേവലം CRPCയുടെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. RDO ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമില്ല. അതൊക്കെ മാധ്യമ വർഷം മാത്രമാണ്. ഒരു വൈരുദ്ധ്യമില്ല. നമ്മൾ പോയിക്കോട്ടെ. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ രണ്ടു മക്കളെയും അവിടെ നിന്ന് നീക്കുകയാണ്. അഭിഭാഷകനും അവിടെയുണ്ട്. നേരത്തെ ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി അവിടെ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത്. ഇത് കല്ലറയുടെ മാത്രം പ്രശ്നമായി കാണരുത് എന്നതാണ് അവരുടെ വാദം. അഭിഭാഷകൻ അത് പറയുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് RDO ആ വാദങ്ങൾ മുഖവിലക്കെടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് തൽക്കാലത്തേക്ക് ഈ കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ പോലീസ് കൂടി ആലോചിച്ച് നടപ്പാക്കും. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥ സംഘം മടങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ അപ്പോഴും ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. അവിടെ നാട്ടുകാർ സംഘടിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ
തുടരുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസിനെതിരെയും മുദ്രാവാക്യം വിളികൾ ഉണ്ടായത്. ഇക്കാര്യത്തിൽ നടപടി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവർ മുഴക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ തള്ളി നീക്കേണ്ടതില്ല എന്നൊക്കെ നാട്ടുകാർ വിളിച്ചു പറയേണ്ടതുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് ഇപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ 2 മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത്. അഭിഭാഷകനൊപ്പമാണ് അവിടെ നിന്ന് അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, അതായത് ഇവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അജീഷ്? ഉന്മേഷ് നേരത്തെ പറഞ്ഞതുപോലെ അത് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് ഈ നടപടികളൊക്കെ താൽക്കാലികമായി നിർത്തിയിട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥരും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ കൂടിയാലോചനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂടി കൊണ്ടുപോകുന്നത്. ഇത് 2 മക്കളും അവരുടെ അഭിഭാഷകനും ഒപ്പമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവരുമായി സംസാരിച്ചത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായ ഒരു ഉടലെടുത്തൊരു സാഹചര്യത്തിൽ ഇനി തുടർന്നുള്ള നടപടികളിൽ അതങ്ങനെ ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് എത്തും. സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് വൈകാതെ എത്തും. അതിനുശേഷമായിരിക്കും ഇവർ ചർച്ച തുടങ്ങുക. എന്തായാലും ഈ പോലീസ് ഈ നടപടി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നത്. തുടർന്ന് ഈ നടപടി, അതായത് മറ്റൊരു ദിവസത്തേക്ക് അത് നടത്താനാലും അത് എങ്ങനെയാണെങ്കിൽ ഈ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക. എന്തായാലും ആ കൂടിയാലോചന കുറച്ച് സമയത്തിന് ശേഷം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ തുടങ്ങും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ തൽക്കാലമായിട്ട് അവരെ മാറ്റിയതോടെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. അവരിൽ ഈ അഭിഭാഷകരൊക്കെ പോയ സ്ഥിതിക്ക് ഇനി കൂടുതൽ പ്രതിഷേധമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ സ്ഥിതിഗതികൾ തൽക്കാലത്തേക്ക് ശാന്തമാണ്.